അച്ഛൻ്റെ അമ്മയുടെയും മക്കളായാലും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ ഒരേപോലെയാണോ പെരുമാറാറ്? ആണോ അല്ലയോ? സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും ഒരുപോലെ. കാറൽ മാക്സിന് പാവം വീഴ്ച പറ്റിയത് ഇവിടെയാണ്. അദ്ദേഹം വിചാരിച്ചു സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ തുലനം ചെയ്തു കൊടുത്താൽ എല്ലാവരും ഒരുപോലെ ഹാപ്പി ആവുമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ എല്ലാവരെയും ഒരുപോലെ ഹാപ്പി ആക്കാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കമ്മ്യൂണിസത്തിൻ്റെ ഒരു വളർച്ച നിന്നു. കാരണം ഇതിനപ്പുറത്തേക്ക് കിടക്കാൻ ആർക്ക് പറ്റിയില്ല. എങ്ങനെ ഇനി ഇവർ തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കാം ഭാരതത്തിൽ കമ്മ്യൂണിസത്തിന് വളരെയധികം ഉയരാൻ സാധിക്കാതെ വന്നത്. അപ്പം നമ്മുടെ പൂർവികന്മാർ ശ്രദ്ധ വെച്ചത് സമ്പത്തിലായിരുന്നില്ല, ആ സമ്പത്തിനോട് ഇടപഴകുന്ന മനസ്സിലായിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഏത് വസ്തുവും തൃപ്തിപ്പെടണമെങ്കിൽ അതിനുള്ള മനോഭാവം നമ്മൾ വ്യത്യാസപ്പെടുത്തിയിരിക്കണം. വേണോ വേണ്ടയോ? ഉദാഹരണത്തിന് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിലെ തിരുമേനി നിങ്ങൾ കൊടുത്ത പഴം കൊണ്ട് ത്രിമധുരം ഉണ്ടാക്കണം. ആ ത്രിമധുരം നിങ്ങൾക്ക് തരുന്നു. ആ തരുന്ന സമയത്ത് അയാൾ കൈകൊണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തരികയാണ്. ത്രിമധുരം കൈകൊണ്ട് എടുത്ത് തരുന്നു. നിങ്ങൾ ചോദിക്കുമോ കൈ കഴുകിയ കൈയാണോ എന്ന്? ചോദിക്കുമോ? അദ്ദേഹം ഒരു പക്ഷേ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? എന്തുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത്? നിങ്ങൾ ആ പഴത്തിലേക്കാണോ നോക്കുന്നത്? നിങ്ങളതിൽ ഭഗവാന്റെ ഒരു പ്രസാദമായിട്ടാണോ നോക്കുന്നത്? അപ്പം നമുക്ക് തൃപ്തി വളരെ കൂടുതലാവില്ലേ? എന്ത് കിട്ടിയാലും ഒരു പക്ഷേ ശ്രദ്ധിക്കൂ നിങ്ങൾ, അദ്ദേഹം കൊണ്ടുപോയ പഴം അങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുതരികയാണ്. പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുപോയി, നിങ്ങൾ പ്ലാസ്റ്റിക് കവറോടുകൂടി കൊടുത്തു. അതേ ആ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് തരണം. അതായിരിക്കും നിങ്ങൾക്ക് തൃപ്തി തരിക. അദ്ദേഹം അതിൽ നിന്ന് 2-3 എണ്ണം എടുത്ത് അതെല്ലാം കട്ട് ചെയ്ത് അതിൽ 2 തുളസിപ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ തൃപ്തി തരിക? ഏതായിരിക്കും തൃപ്തി തരിക? അപ്പോൾ ആ വസ്തുവിലല്ലല്ലോ നമ്മൾ ശ്രദ്ധ വെച്ചത്, ആണോ അല്ലയോ? അപ്പം എത്ര മനോഭാവത്തിലല്ലേ വ്യത്യാസം? ആ വസ്തുവിനേക്കാളും കൂടുതൽ അത് ആർക്ക് കൊടുത്തിട്ടാണ് തരുന്നത് എന്നുള്ള ഒരു ഭാവന വന്നപ്പം അത് മനസ്സിലല്ലേ വരുന്നത്, ആണോ അല്ലയോ? ഇതാണ് പൂർവികന്മാർ കണ്ടെത്തിയത്. അതായത് മനുഷ്യ മനസ്സിൻ്റെ ഭാവന കൂടുന്തോറും വസ്തുക്കളോടുള്ള നമ്മുടെ സമീപനത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് സ്വയം അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിമാർ വീട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. വീട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് ഒരു പഴം ഒരു ശർക്കരയൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൽ സന്തോഷം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഈ മുത്തശ്ശിമാർക്ക് അങ്ങനെ ചില സ്വഭാവമുണ്ട്. ആരും കാണണ്ട കേട്ടോ എന്ന്. ഇവിടുന്ന് ചില രഹസ്യമായിട്ടൊക്കെ എടുത്തു വെച്ചത് അവരെടുത്ത് തരും. അതെന്തുകൊണ്ടാണ് ആ ഒരു സന്തോഷം വന്നത്? അത്രത്തോളം നമ്മളോടുള്ള ഒരു സ്നേഹം നമ്മളെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. ഉണ്ടോ? ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളൊരു സാധനം ഉണ്ടാക്കിയത് വളരെ സ്നേഹത്തോടുകൂടി കുട്ടികൾക്ക് വിളിച്ചു കൊടുക്കുമ്പം അവരുടെ മനോഭാവത്തിൽ വ്യത്യാസമല്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ സ്നേഹത്തോടു കൂടി കൊടുക്കുന്നതും വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഏതിനാ കൂടുതലൊരു സ്വാധീനമുള്ളത്? സ്നേഹത്തോടു കൂടി കൊടുക്കുന്നതിലാണ്. അപ്പം ഈ മനോഭാവത്തെ തിരിച്ചറിഞ്ഞ മഹാത്മാക്കൾ അവർ മനസ്സിലാക്കി മനസ്സിൻ്റെ മനോഭാവം മാറുന്നതിനനുസരിച്ച് സംതൃപ്തിക്ക് ഏറ്റ കുറച്ചിലുകളുണ്ടെന്ന്. അപ്പം മാറ്റേണ്ടത് വസ്തുവിലല്ല, മാറ്റേണ്ടത് മനസ്സിനെയാണ്, മനോഭാവത്തെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹാത്മാക്കളുടെ മണ്ണാണ് ഏത്? ഭാരത മണ്ണ്. അതായത് ഭാരതത്തിൻ്റെ സംസ്കാരം തുടങ്ങുന്നത് തന്നെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഭാഗവതത്തിൽ എടുത്തു നോക്കാം. നമുക്ക് 11-ാം സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ 43-ാം ശ്ലോകം എടുത്തു നോക്കൂ. ഭിക്ഷുഗീത എന്ന് പറയുന്നൊരു ഭാഗമാണിത്. അതായത് ഒരു ബ്രാഹ്മണൻ തൻ്റെ സമ്പത്ത് മുഴുവൻ അടക്കി എടുത്തു വെച്ച് ആർക്കും പങ്കുവയ്ക്കാതെ പിശുക്കനായി ജീവിച്ച്, അതാണ് കഥ. അതിപിശുക്കൻ പറയാറില്ലേ? മക്കി ജ്യൂസ് എന്ന് പറയുന്ന ടൈപ്പ്. ഈ ഹിന്ദിയിലൊരു പ്രയോഗമുണ്ട്, മക്കി ജ്യൂസ് എന്ന്. മക്കി ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കൻ്റെ പിശുക്കന്മാരെയാണ് മക്കി ജ്യൂസ് എന്ന് പറയുക. കേട്ടിട്ടുണ്ടോ പ്രയോഗം? മക്കി ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജ്യൂസ് മേടിച്ചു അത്രേ, മാങ്ങയുടെ ജ്യൂസ്. അതിലൊരു ഈച്ച വീണു അത്രേ. അപ്പം ആ ഈച്ചയുടെ മേല് പറ്റിയിരിക്കുന്ന ജ്യൂസ് പോലും കളയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയാൾ ആ ഈച്ച അത്ര ഒരു വൃത്തികെട്ട
മനസ്സുള്ളവരെയാണ് മക്കി ജ്യൂസ് എന്ന് വിളിക്കുക. ഇതുപോലെ അത്ര പിശുക്കനായിരുന്നു ഈ ബ്രാഹ്മണൻ. അങ്ങനെ ഒരു പണവും സമ്പത്തും ഒന്നും പങ്കുവെക്കാതെ വന്നപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളം കയറി സമ്പത്തൊക്കെ അപഹരിച്ചപ്പോൾ ഭാര്യയും മക്കളെ ശബ്ദമൊക്കെ ഉണ്ടാക്കി. കള്ളൻ ഓടിപ്പോയി. ബാക്കിയുള്ള സമ്പത്ത് ആരും കട്ടു? കിട്ടിയ ചാൻസ് ഒഴിവാക്കരുതല്ലോ. ഭാര്യ കട്ടെടുത്തു. ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ സമ്പത്തൊന്നും കാണുന്നില്ല. ഭയങ്കര ദേഷ്യം വന്നു. ഭാര്യയോടൊക്കെ ദേഷ്യം വെട്ടപ്പോൾ ഭാര്യ പറഞ്ഞു, നന്ദിയില്ലാത്ത മനുഷ്യൻ ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് പോരുതെന്ന്. ഒരലർച്ച. പിന്നെ അന്നത്തെ കാലത്ത് അടുക്കളയിൽ പോയാൽ വടി കിട്ടുന്ന കാലമാണ്. വിറകുണ്ടായിരുന്നല്ലേ ഗ്യാസൊക്കെ വന്നത്. ഒരു വിറകൊക്കെ എടുത്തുകൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ വല്ലതും പറഞ്ഞാൽ ഭാര്യയ്ക്ക് എവിടുന്നാന്നറിയില്ല, പൈസ കിട്ടിയപ്പോൾ ഒരു ശക്തി കൂടി. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സങ്കടം. ഇത്രയും കാലം ഇവരൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയില്ലേ. അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. ആത്മഹത്യയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പോയത്. പക്ഷേ എവിടെയോ ഭാഗ്യത്തിന് സത്സംഗം കേൾക്കാനുള്ള ഭാഗ്യം വന്നു. ആ സത്സംഗത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പരിതസ്ഥിതികളല്ല എന്നെ തളർത്തുന്നത് എന്ന്. അപ്പം അങ്ങനെ അദ്ദേഹം തൻ്റെ മനസ്സിനെയൊക്കെ പാകപ്പെടുത്തി വലിയ ഭാഗവതോത്തമനായി. പിന്നെ തിരിച്ചു വരുന്നത് ഉടുത്ത ഒരു മുണ്ടും ഒരു കമണ്ടലവും ഒരു വടിയും, വേറെ ഒന്നുമില്ല പൊസഷൻ. നേരത്തെ വലിയ സമ്പത്തുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിനെ കുട്ടികൾ ഉപദ്രവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കമണ്ടലിൽ തുപ്പുന്നു, മൂത്രമൊഴിക്കുന്നു, എല്ലാ വൃത്തികേടുകളും, വസ്ത്രം കീറുന്നു, വടി കൊണ്ട് അടിക്കുന്നു, കള്ളനാണെന്ന് പറഞ്ഞ്. ഇതിലൊന്നും അദ്ദേഹം തളരാതെ പതറാതിരുന്നപ്പോൾ ഇതിനെ ഒബ്സർവ് ചെയ്ത ഒരു കുട്ടിയോട്, എന്താണ് അങ്ങക്ക് ഇങ്ങനെയൊക്കെ നല്ല മനോഭാവത്തോടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ഇത് കാണാൻ സാധിക്കുന്നത്? എവിടുന്ന് കിട്ടുന്നു അങ്ങക്ക് ഈ ബലം എന്ന്? അപ്പം അദ്ദേഹം അതിനൊരു മറുപടി പറയുന്നതാണ് ഭിക്ഷുഗീതം. വളരെ ശ്രദ്ധിക്കണേ. അത് നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയത്. നായം ജനോമേ സുഖദുഃഖഹേതു, എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും ഹേതു. ഹേതു പറഞ്ഞാൽ കാരണം. ന അയം ജനോ, ഈ ജനങ്ങളല്ല. ശ്രദ്ധിക്കും നിങ്ങളെ, സാധാരണ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ആരെയാ കുറ്റം പറയുക? കൂടെയുള്ളവരല്ലേ കുറ്റം പറയുക? ആണോ അല്ലയോ? സമയത്തിന് കാപ്പിയും ചായയും തന്നിട്ടില്ലെങ്കിൽ മരുമകളെ കുറ്റം പറയുന്ന അമ്മായിയമ്മമാരില്ലേ? ഇവിടെ ഉണ്ടോ എന്നല്ല, പൊതുവേ ഉണ്ടോ എന്നാ ചോദ്യം. ഉണ്ടോ ഇല്ലയോ? കല്യാണം കഴിഞ്ഞിട്ടും മകൻ്റെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപഴകുന്ന അമ്മമാരെ കാണുമ്പം മരുമക്കൾക്ക് ദേഷ്യം വരില്ലേ? അതുമില്ല. ഉണ്ടോ ഇല്ലയോ? അതുമുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ലേശം സ്മോളും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തൻ്റെ സുഖവും ശാന്തി ഇല്ലാത്തതിന് കാരണം ഭർത്താവാണെന്ന് പറയില്ലേ? ഉണ്ടോ ഇല്ലയോ? മക്കളൊന്നും വേണ്ട വിധത്തിൽ പഠിക്കുന്നില്ലെങ്കിൽ, അവർ ആ ഉദ്ദേശിച്ച രീതിയിൽ എത്തുന്നില്ലെങ്കിൽ പറയില്ലേ, ഞാനിങ്ങനെ ദുഃഖിക്കാൻ കാരണം മക്കളാണെന്ന്. ഇനി അവർ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ജീവിക്കുന്നതെങ്കിൽ അപ്പോഴും ദുഃഖമല്ലേ? ആണോ അല്ലയോ? അപ്പം നമുക്കൊക്കെ എപ്പോഴും വിഷമങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന് നല്ലോണം ഉറപ്പിച്ചിട്ടില്ലേ മനസ്സിൽ? ഇദ്ദേഹം പറയുന്നു, എൻ്റെ ദുഃഖത്തിന് കാരണം അയം ജനോ. എന്നാൽ പിന്നെ നമ്മൾ പിന്നെ പറയുന്നാൽ അടുത്തത് പിന്നെ ജ്യോത്സ്യരാണല്ലോ ഇനി പറഞ്ഞിട്ടുണ്ട്. അങ്ങോരാണെങ്കിൽ ഒരാളെ കിട്ടാൻ കാത്തിരിക്കുകയാണ്. എന്ത് പ്രശ്നക്കാരനാണല്ലോ അയാൾ. അങ്ങനെയല്ലേ അവരെ വിളിക്കുക? പ്രശ്നം തീർക്കുന്നവർ നല്ല പറയാ അവരെ. പൊതുവെ അവരെന്താ പറയുക? പ്രശ്നക്കാരെന്നാ പറയുക. എന്ന് വെച്ചാൽ പ്രശ്നമില്ലെങ്കിലും അവർ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്നിരിക്കുക. അവരിതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഷ്ടം കഷ്ടം, വെറുതെയല്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത്. എനിക്കെപ്പോഴേ അറിയാം. ഇപ്പം നിങ്ങൾക്ക് കേതുവിൻ്റെ അപഹാരമാണ്. പിന്നെ കേതുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് ഇനിയൊരു 1.5 വർഷം കൂടി അനുഭവിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ശീലമായിക്കൊള്ളുന്ന. കേതു വിട്ടുപോകില്ലേ നിങ്ങളെ? ഇതുപോലെയൊക്കെ നിങ്ങൾ പ്രശ്നക്കാരാണ്. അതുകൊണ്ട് ഇനി കുറേ വഴിപാടുകൾ. അവരാണെങ്കിൽ ഡോക്ടർമാരുടെ വേറൊരു സന്തതികളാണ് ഈ ജ്യോത്സ്യന്മാർ. മിനിമം ഒരു രോഗത്തിന് 4 ഗുളിക എഴുതിയാലേ ഡോക്ടർക്ക് സമാധാനമാവുള്ളൂ. ഇതുപോലെ ഇയാൾ ശിവന് ധാര, കൃഷ്ണന് പാൽപ്പായസം, ദേവിക്കൊരു പട്ടും വളയും, പിന്നെ ആർക്കാണ്? അയ്യപ്പനൊരു നീരാഞ്ജനം, ഒരു നെയ്ത്തേങ്ങ, ഗണപതിക്കൊരു തേങ്ങ ഉടക്കിയ. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ആരുടെ പ്രശ്നം? അയാളുടെ പ്രശ്നം തീർന്നു എന്നാണ്. എന്നാൽ അയാൾക്ക് കുറച്ച് വരുമാനമായി, അമ്പലത്തിന് ലേശൊരു വരുമാനമായി. നിങ്ങളുടെ പ്രശ്നം തീരുന്ന അയാൾ പറഞ്ഞില്ല, പ്രശ്നം തീരുന്നേ പറഞ്ഞുള്ളൂ.
മനസ്സിലായില്ല? പറയുന്ന വാക്കുകൾക്കുള്ള ഒരു വ്യത്യാസമാണ്. തീർന്നു പ്രശ്നം, ആരുടേന്ന് പറയില്ല. ഇയാൾ ഇതൊക്കെ ചെയ്തു, അങ്ങനെയാണ് അയാൾ ഉറപ്പിച്ചു എൻ്റെ പ്രശ്നത്തിന് കാരണം ഇപ്പോഴെൻ്റെ സമയം മോശമാണെന്ന്. ആരാ സമയം മോശമാക്കിയത്? ഗ്രഹപ്പഴ. അവരൊന്നും ശരിയില്ല എന്നാണ്. വാസ്തവത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അവരവിടെ ഉണ്ട്. അവരുടെ പഴ നമ്മളാണ്ടാക്കിയത്. നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ അവരെ ആരും പഴച്ചവരാണെന്ന് പറയില്ല. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ വന്നതിന് ശേഷമാണോ നക്ഷത്രം വന്നത്? ആരാ അവർക്ക് കുഴപ്പമുണ്ടാക്കിയത്? അവരാണോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നത്? നിങ്ങളാണോ അവർക്ക് കുഴപ്പമുണ്ടാക്കുന്നത്? മനസ്സിലാവില്ലേ? പാവം, നമ്മൾ അവരെയൊക്കെ കുറ്റം പറഞ്ഞു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഇനി എന്താ ദോഷം? കർമ്മദോഷം. അതായത് പൂർവ്വജന്മങ്ങളിൽ ചെയ്തതിൻ്റെ ഫലം. വിധി അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, സഹിച്ചല്ലേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്ക് ഒഴിവുകഴിവുകൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കുറേയൊക്കെ ആശ്വാസം കണ്ടെത്തി ജീവിക്കാം. പക്ഷേ പറയുന്നു, അവരൊക്കെ ദുർബലന്മാരാണ്. ശരിക്കും എൻ്റെ ദുഃഖത്തിന് കാരണം ആരാണ്? ന നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവത ന കാലം ന കർമ്മം ന ഗ്രഹം. ഇവരൊക്കെ കുറ്റം പറയാൻ പറഞ്ഞുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പം ആരെയാണ് കുറ്റം പറയേണ്ടത്? മനഃപരം കാരണമാമനന്തി. ആരാണ് കുറ്റം? മനസ്സ് തന്നെയാണ് എന്നെ തളർത്തുന്നതും മനസ്സ് തന്നെയാണ് എന്നെ ഉയർത്തുന്നതും. ഈ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ അത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആണോ? ഈ ഭാഗം വരുന്നത് ശ്രീ ഭഗവാനുവാച എന്നാണ്. ദ്വിജ ഉവാച എന്ന് ഇവിടെ പറയുന്നതിന് മുമ്പ് ദ്വിജന്റെ വാക്കുകൾ പറയുന്നത്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഉദ്ധവ, മറ്റാരുമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മുടെ ദുഃഖത്തിന് കാരണം മനസ്സ് തന്നെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ മനസ്സാണ് എന്നെ തളർത്തുന്നതെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതാണോ ശരിയായ ഹിന്ദു സംസ്കാരം? അതോ നമ്മുടെ ദുഃഖത്തിന് കാരണം ഗ്രഹങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഏതോ ദേവതകളെ പ്രീതിപ്പെടുത്തിയാൽ എൻ്റെ ദുഃഖം പോകുമെന്ന് അന്ധമായി വിശ്വസിക്കലാണോ സംസ്കാരം? ഏതാണ്? മനസ്സാണെന്ന് ആക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത്? ആണോ അല്ലയോ? പക്ഷെ ഭൂരിപക്ഷം ആളുകളും അത് അംഗീകരിക്കാനാണോ തയ്യാറാവുന്നത്? അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് എവിടെ ചുതി വന്നത്? നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മളെ തളർത്തുന്നതെന്ന് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. കാരണം നമ്മുടെ ശ്രദ്ധ സൂക്ഷ്മമായതിലല്ല, നമ്മുടെ ശ്രദ്ധ സ്ഥൂലമായ ഭൗതികമായ ചുറ്റുപാടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെറുപ്പകാലത്തിലെ പഠിച്ചു വെച്ചിരിക്കുന്നത് പരിതസ്ഥിതി അനുകൂലമായാൽ സുഖം, പരിതസ്ഥിതി പ്രതികൂലമായാൽ ദുഃഖം. നമ്മൾ പഠിക്കാത്തൊരു കാര്യം അനുകൂലമായ പരിതസ്ഥിതിയെയും പ്രതികൂലമായ പരിതസ്ഥിതിയെയും സുഖദുഃഖമാക്കി വെക്കുന്നത് മനോഭാവമാണെന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അനുകൂലമായ പരിതസ്ഥിതിയിലും നമുക്ക് ദുഃഖിക്കാം. ഉണ്ടോ ഇല്ലയോ? എങ്ങനെ ദുഃഖിക്കാം? അനുകൂലമായ പരിതസ്ഥിതിയിലും ദുഃഖിക്കാം. എങ്ങനെ ദുഃഖിക്കാം? നിങ്ങൾക്ക് ഊണ് തരുമ്പം ഒരു വലിയ പപ്പടം ഒരാൾക്കും ചെറിയ പപ്പടം മറ്റൊരാൾക്കും തന്നാൽ പപ്പടം തരുന്നത് അനുകൂലല്ലേ? പപ്പടം എല്ലാവർക്കും തരുന്നത് അനുകൂലല്ലേ? പക്ഷെ നിങ്ങൾ കാണുന്ന പപ്പടം അനുകൂലമായ സംഗതി, പരിതസ്ഥിതി, ഭക്ഷണം കിട്ടണം എന്നുള്ളത് അനുകൂലമാണ്, ആണോ? പക്ഷെ നിങ്ങളുടെ മനസ്സ് പോകുന്നത് അയാളുടെ പ്ലേറ്റിലിരിക്കുന്ന ദുഃഖിക്കാൻ വേറെ വല്ലയിടത്തും പോണോ? ചെറിയൊരു ദുഃഖം വന്നില്ലേ? എന്താ പറയാത്തത് നിങ്ങൾ? അപ്പം നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്കാണോ നോക്കുക? മറ്റുള്ളവർക്ക് എന്ത് കിട്ടുന്നു ഇല്ലേ എന്നുള്ളതല്ലേ? ആണോ അല്ലയോ? കമ്പാരിസൺ അല്ലേ മനസ്സിൻ്റെ ഒരു സ്വഭാവം? എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ തുടങ്ങില്ലേ കമ്പാരിസൺ? നിങ്ങളൊരു പാർട്ടിക്ക് പോകുന്നു, ഒരു ഭാര്യയും ഭർത്താവും കളിച്ചു ധരിച്ച് തമാശ അടിച്ചുകൊണ്ടിരിക്കണു. നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ മിണ്ടണില്ല. അയാളിങ്ങനെ രൂപ പോലെ ഇരിക്കുന്ന സമയത്ത് മനസ്സിലപ്പം തോന്നില്ലേ അങ്ങനത്തെ ഒരു ഭർത്താവിനായിരുന്നു എനിക്ക് വേണ്ടത് എന്നുള്ളത്? ഞാൻ പറയുന്നത് സത്യമല്ലേ? തോന്നാറില്ലേ അങ്ങനെ? ഇനി ഭാര്യയാണെങ്കിൽ ഒരു ഭാര്യ ഇങ്ങനെ ഒതുങ്ങി തമാശ എങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. വേറൊരാളുടെ ഭാര്യയാണെങ്കിൽ അങ്ങോട്ടോടണു ഇങ്ങോട്ടോടണു, അവിടെ പോയി വർത്തമാനം പറയുന്നു, ഇവിടെ പോയി വർത്തമാനം പറയുന്നു. ഉടനെ ഭർത്താവിന് എന്താ തോന്നുക? ഒരു അടക്കം ഒതുക്കമുള്ളൊരു സാധനത്തിനെ കിട്ടി എത്ര നന്നായിരുന്നു എന്ന്.
തോന്നുമില്ലയോ? അതും തോന്നില്ല. തോന്നില്ലേ? അപ്പോൾ ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ആരുടെയും ബന്ധത്തിൽ തൃപ്തരാണോ? ആണോ അല്ലയോ? അപ്പോൾ മനോഭാവത്തിലല്ലേ സുഖദുഃഖങ്ങൾ നിശ്ചയിക്കാനുള്ള കഴിവ്? ആണോ? എന്നാ എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ എന്നങ്ങോട്ട് കരുതിയാലോ ചെറിയൊരു വ്യത്യാസം വരുമോ? മറ്റുള്ളവർക്ക് ഇത്ര പോലും കിട്ടാത്തവരെത്രയോ പേരുണ്ട്, ഉണ്ടോ? അങ്ങനെയൊക്കെ അങ്ങോട്ട് നിശ്ചയിക്കുന്ന സമയത്ത് ഈശ്വര ഇതെങ്കിലും എനിക്ക് കിട്ടിയില്ലേ, ഈ മനോഭാവം മനസ്സിൽ വന്നാൽ ഉള്ളതിൽ തൃപ്തി കണ്ടെത്താൻ മനസ്സിന് സാധിക്കില്ലേ? അപ്പം പരിതസ്ഥിതിയാണോ മനുഷ്യനെ സന്തോഷപ്പെടുത്തുന്നത്, മനോഭാവമാണോ? ഇത് പണ്ട് പാശ്ചാത്യർക്ക് മനസ്സിലായിരുന്നില്ല. ആർക്ക് മനസ്സിലായി? ഭാരതീയർക്ക്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റി? ഈ സംസ്കാരം നമുക്ക് ക്രമേണ സൂക്ഷ്മതയിലേക്ക് നോക്കുന്ന സംസ്കാരം നഷ്ടപ്പെട്ട് നമ്മളൊക്കെ സ്ഥൂലതയിലേക്ക്, അതിനെയാണ് പാശ്ചാത്യ സംസ്കാരത്തിനെ പിന്തുടരുന്നവരായി തീർന്നത്. ഏതായാലും ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? മനസ്സ് തന്നെയാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ വളരെയധികം ആഴത്തിലിറങ്ങി ഉറപ്പിച്ചോളണം. എൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അനുഭവത്തോട് കാണിക്കുന്ന മനോഭാവവും പ്രതികരണവുമാണ്. മനസ്സിലായില്ലേ? ഈ ഒരു കാര്യത്തിലാണ് ഭാരതീയ സംസ്കാരം ഊന്നൽ കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കിടക്കാം. ആ ഭഗവത്ഗീതയിൽ അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു യുദ്ധം ചെയ്യാൻ. അപ്പം അർജുനന് നല്ല കോൺഫിഡൻസ് ആണ്, ഇവരോടൊക്കെ ഏറ്റുമുട്ടാനുള്ള കഴിവും സാമർഥ്യവും അറിവും എല്ലാം എനിക്കുണ്ട്. കാരണം അർജുനനെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈവൻ അർജുനൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അസ്ത്രശാസ്ത്രത്തിൽ പ്രതിയോഗി എന്ന് പറയുന്ന കർണന് പോലും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള കഴിവില്ല. പക്ഷെ ആ കഴിവ് പോലും ആർക്കുണ്ട്? പാശുപത അസ്ത്രം, അഗ്നേയാസ്ത്രം, അർജുനൻ പലതും പഠിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനൻ ഓവർ കോൺഫിഡൻസും ഉണ്ട്. ഈ ഓവർ കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് എല്ലാം പഠിച്ചു വെച്ച് പെർഫെക്റ്റ് ആയിട്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തിയ കുട്ടി ആ എക്സാമിനേഷൻ എഴുതാൻ പറ്റാതെ തളർന്നു വീഴുന്ന ഒരു രംഗം പോലെ ഇവിടെ എല്ലാം അറിവും കഴിവുമുള്ള അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് വരുന്നത്. നമുക്ക് ഗീത നോക്കിയാൽ കാണാം. അർജുനൻ കൃഷ്ണനോട് പറയുന്നത്, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ, രണ്ട് സൈന്യത്തിൻ്റെയും നടുക്ക് കൊണ്ടുപോയി എൻ്റെ രഥത്തെ നിർത്തൂ. യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ രണസമുദ്യമേ, ഈ രണഭൂമിയിൽ മധ്യത്തിൽ പറയാണ്, കൈർമയാ സഹ, എനിക്ക് തുല്യം, യോദ്ധവ്യം, യുദ്ധം ചെയ്യാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഈ ചോദ്യം ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? ഇത് കേട്ടപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ കൊണ്ടുപോയി നിർത്തുന്നത് ഭീഷ്മദ്രോണ പ്രമുഖത. ആരുടെ മുന്നിലാണ്? ഭീഷ്മാചാര്യരുടെയും. എന്നിട്ട് പറയുന്നു, അർജുന ഒന്ന് നല്ലവണ്ണം നോക്കൂന്ന്, നീ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന്.